ഒരു പ്രവാസിയെങ്കിലും ഇല്ലാത്ത വീട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ വിരളമാണ്. പല കോണുകളിൽ നിന്ന് വരുന്ന മനുഷ്യരുമായുള്ള സഹവാസം വഴി പ്രവാസികൾ ആർജിച്ചെടുക്കുന്ന അനുഭവ സമ്പത്തും സ്വപ്നങ്ങളും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയത് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ വികസന സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഇത്തരം പദ്ധതികളും ആശയങ്ങളും തയ്യാറാക്കുന്നതിലേക്ക് കേരള സർക്കാർ പരിഗണന നൽകട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രവാസലോകം നമുക്കിവിടെ ആരംഭിക്കാം. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ വ്യാപക ക്രമീകരണം വരുത്തുന്നതിന്റെ ഭാഗമായി നിലവിലെ സ്പോൺസർഷിപ്പ് വ്യവസ്ഥ അവസാനിപ്പിക്കാനും പകരം മാൻപവർ അതോറിറ്റിയെ തൊഴിലാളികളുടെ സ്പോൺസറായി നിശ്ചയിക്കാനും പഠന സമിതി നിർദ്ദേശം. ഇതോടെ തൊഴിലുടമയും തൊഴിലാളിയും ഈ രംഗത്തെ നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാകും. തൊഴിലാളിയുടെ പാസ്പോർട്ട് തൊഴിലുടമ കസ്റ്റഡിയിൽ വയ്ക്കുന്ന രീതി ഇതോടെ ഇല്ലാതാകും. ഒരാളുടെ തൊഴിലാളിയായി അതോറിറ്റിയിൽ പേര് രജിസ്റ്റർ ചെയ്ത കാലത്തോളം തൊഴിലാളിക്ക് മറ്റൊരാളിലേക്ക് ഇഖാമ മാറ്റാൻ സാധിക്കില്ല. ഇത് കാരണം തൊഴിലെടുക്കാൻ സാധ്യമല്ലാത്ത ഘട്ടത്തിൽ ഇഖാമ റദ്ദാക്കി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. ഗാർഹിക തൊഴിലാളികൾക്കെതിരെയായ ഒളിച്ചോട്ട പരാതികൾ ഇനി ഗാർഹിക തൊഴിലാളി വകുപ്പുകൾ മുഖേന മാത്രം. നിലവിൽ പോലീസ് സ്റ്റേഷനുകൾ, ആഭ്യന്തര മന്ത്രാലയത്തിലെ സർവീസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ സ്വീകരിച്ചിരുന്ന പരാതി ഇനി മുതൽ ഇവിടെ സ്വീകരിക്കില്ല. നിലവിലുള്ള സംവിധാനം സ്പോൺസർമാർ ദുരുപയോഗം ചെയ്യുന്നതായി വ്യാപകമായ പരാതിയുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഗാർഹിക തൊഴിലാളികൾക്കെതിരെയാണ് അത്തരത്തിൽ ഒളിച്ചോട്ട പരാതിയുള്ളത്. ഒളിച്ചോട്ടത്തിന് പരാതി നൽകുന്നതോടെ വിസ റദ്ദാക്കപ്പെടും. ആ സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി വിസയെടുക്കാനും സ്പോൺസർക്ക് സാധ്യമാകും. വിസ കച്ചവടത്തിന് ഈ രീതി പ്രയോജനപ്പെടുത്തിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒളിച്ചോട്ട പരാതിക്ക് വിധേയരാകുന്ന ഗാർഹിക തൊഴിലാളികൾ പിടിയിലായാൽ പ്രവേശന വിലക്ക് സഹിതം നാടുകടത്തുകയും ചെയ്യുന്നു. കോഴിക്കോട് നിന്നും വീട്ടുജോലിക്കായി അജ്മാനിലേക്ക് പോയ റാബിയ ഇന്ന് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയാതെ വിഷമിക്കുകയാണ് ഭർത്താവും ഈ മക്കളും. റാബിയയ്ക്ക് എന്താണ് പറ്റിയതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. പോയിട്ട് ഒരു മാസം ആവണേ ഉള്ളൂ. പക്ഷെ അവിടെ റൂമിലാണ് കൂട്ടിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വിളിച്ചത്. അജ്മാനിൽ പോലീസ് സ്റ്റേഷന്റെ വക്കാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അപ്പൊ നമ്മൾ വിളിച്ചപ്പോ അതില് ഫോണ് കൊടുക്കുന്നില്ല. ഞാൻ 1500 റുപ്യക്ക് ഫോൺ ചെയ്ത്, പക്ഷെ അവരെടുക്കും ഫോണ് മേസം എവിടെ വെക്കുന്ന അറിയില്ല. ഫോണിൽ അങ്ങനെ പൈസ അങ്ങനെ പോകും. മാജിദ എന്നാണ് ഏജന്റിന്റെ പേര്. മാജിദ. അവിടെ ഉള്ള പെണ്ണാണ്. ഇവിടെ ഉള്ളത് എത്ര രൂപ പറഞ്ഞിട്ട് പോയി? ഇവിടെ ശമ്പളം 22 റുപ്യ പറഞ്ഞിട്ടാ പോയത്. 22 റുപ്യ ഇവിടെ പണിയെടുത്താൽ കിട്ടൂല. കുടുംബത്തിന് ഇവിടെ നിങ്ങള് 2-3 വീടുകളിൽ കോഴിക്കോട് ടൗണിലൊക്കെ എടുത്താൽ പണിയെടുത്താൽ കിട്ടും. 25-30 ഉണ്ടാക്കണമായിരുന്നു 2-3 മണിക്കൂർ പണിയെടുക്കും. അത് അവരവിടെ നല്ല ജോലിയാണ്, ഹൗസ് മെയ്ഡിന്റെ ജോലിയാണ് പറഞ്ഞിട്ട് അവിടുന്ന് വിസിറ്റിംഗ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പറ്റിച്ച് കൊണ്ടുപോകുന്നത്. വിസിറ്റിംഗ്സ് ഒക്കെ ആണ് കൊണ്ടുപോയിട്ടുള്ളത്. പാസ്പോർട്ട് അവർ പിടിച്ചു വെച്ചിട്ട് അവര് ഫോൺ കൊടുക്കണില്ല. പിന്നെ ഇന്ന റൂമില് പൂട്ടിട്ടിരിക്കാണ് എന്നൊക്കെ പറഞ്ഞു. 2 ലക്ഷം റുപ്യ കൊടുത്താല് അവര് കയറ്റി തരാം. പിന്നെ അതാണ് ഇപ്പൊ അവര് പറഞ്ഞത്. പിന്നെ ഞാൻ വിളിച്ചിട്ട് വിളിച്ചപ്പോ പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്തോളി, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തോളി, ഞങ്ങൾക്ക് ഇത് കാണാം, അയാൾ കയറ്റി അയക്കൂല എന്നൊക്കെയാണ് ഇസാം എന്ന് പറഞ്ഞ ആള് പറഞ്ഞത്. ഇസാമിനോട് പറഞ്ഞ കാണാം. അങ്ങനെ ഇവിടെ ആരും മനുഷ്യർക്ക് എന്താ ഒരാളും ഇല്ലാത്തവരങ്ങളൊക്കെ. എന്റെ ഉമ്മ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്നെ റൂമിൽ പൂട്ടിയിട്ടിരിക്കാണ്, ഇതില്ല എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ കാരണം കൊണ്ട് ഉമ്മാനെ അവിടെയുള്ള ഏജന്റ് മാജിദ എന്ന് പറഞ്ഞ അവരടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഉമ്മാനെ. എത്ര മക്കളാ? ഞങ്ങള് 4 ആളുണ്ട്. അല്ല, ഇത് പേരക്കുട്ടിയാണ്. ഞങ്ങള് 3 പെൺകുട്ടി 1 ആൺകുട്ടിയുണ്ട്. ആൺകുട്ടി വന്നിട്ടില്ല, അവൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അവനവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ഞാൻ മൂത്തത്, അവള് രണ്ടാമത്തെ മോള്. ചെറുത് പഠിക്കാണ്. ഞങ്ങൾ 5000 റുപ്യ വാടകക്കാണ് താമസിക്കുന്നത്. എനിക്ക് കവറള പള്ളിക്കാർ. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും കയറ്റി വെക്കൂല, ഇവിടെ വിസക്കും ഇതിന് പോയിക്കോട്ടെ. എത്രയായിട്ടും ജോലിക്ക് കയറിയിട്ടില്ലേ ഉമ്മ.
അവര് ഞങ്ങളോട് വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞു ഞങ്ങൾ ജോലിക്കാക്കി. ഞങ്ങൾ ഏജന്റിനെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജോലി കൊണ്ടാക്കി, എൻ്റെ ഉമ്മ അവിടെ നിൽക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് മെഡിക്കൽ കഴിഞ്ഞിരിക്കണ നിസാം, അവരെ പേര് നിസാം, കായംകുളം. അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മെഡിക്കൽ കഴിഞ്ഞിട്ടില്ല. നാടകത്തിന്റെ ഒക്കെ ട്രൂപ്പിലുള്ള നമ്മള് വീട്ടിൽ നേരെ തെരഞ്ഞു വന്നതാണ്. നമ്മള് വീട്ടിൽ ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ അവരുടെ അടുത്ത് കണ്ടോണ്ട് പോയതല്ല, നമ്മള് വീട്ടിൽ ഇങ്ങോട്ട് താൻ തെരഞ്ഞു വന്നതാണ്. അജ്മാനിലെ പ്രവാസ ലോകം പ്രവർത്തകരോടാണ്. സാധാരണ അജ്മാനിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരാതികളൊന്നും കിട്ടാറില്ല. ആദ്യമായിട്ടല്ല, വളരെ കുറവ് പരാതികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അജ്മാനിലെ പ്രവാസ ലോകം പ്രവർത്തകർ ഇത്തരത്തിലുള്ള അനീതിക്കെതിരായിട്ട് പൊതുവെ UAE കുറവാണ്. സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒമാനിലുമുള്ള കേസുകളെ പരിഗണിക്കുമ്പോൾ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് UAE നിന്ന് ഞങ്ങൾക്ക് പരാതികൾ കിട്ടാറുള്ളത്. അത് സത്യം. അപ്പോൾ UAE അജ്മാൻ എന്ന സ്റ്റേറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതി കിട്ടുന്നത് നല്ലതല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാജിദ മലയാളിയാ? തമിഴുകാരിയാണെന്ന് പറയുന്നത്. മജീദൊക്കെ വിചാരിച്ചാലൊന്നും ഈ സ്ത്രീയെ ജീവിതകാലം മുഴുവൻ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഇത് ഇന്ത്യയിലെ ഒരു പൗരയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മജീദ, നിങ്ങളെന്താ വിചാരിച്ച് ചോദിക്കാനും പറയാനും ആളില്ലാത്ത ആളുകളാണെന്നാണ്. നിങ്ങൾ നാടക പ്രവർത്തകനാണെന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ള വളരെ മോശപ്പെട്ടൊരു നിലയിലാണ്. നിങ്ങളൊരു മോശപ്പെട്ട കഥാപാത്രമായിട്ടാണ് ഞങ്ങളുടെ നാടകത്തിൽ നിങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അത് നല്ലതല്ല നിസാം. ഞാനതിൽ നിങ്ങൾ എത്ര കണ്ട് കുറ്റക്കാരനാണ്, എത്ര കണ്ടതിൽ തെറ്റുകാരനാണെന്നൊന്നും എനിക്കറിയില്ല. ഈ സഹോദരിയെ അടിയന്തരമായി നാട്ടിലെത്തിക്കണം. അവർക്ക് ഒന്നും വേണ്ട, നിങ്ങളെ ഒരു ശുപാർശയും വേണ്ട, ഒരു പൈസയും തരില്ല. അങ്ങനെ ഇതാക്കണ്ടല്ലോ, ഒരു പൈസയും തരില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അവർക്ക് പറ്റുന്ന എല്ലാ തരത്തിലുള്ള അപകടങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. കേസുണ്ടാവും നിങ്ങളുടെ പേരിൽ, നിയമപരമായിട്ടുള്ള നടപടികളുണ്ടാവും. ഒന്നും ആവശ്യമല്ല. നല്ല നിലയിൽ ആ സഹോദരിയെ നാട്ടിലെത്തിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. അവരേത് കാശൊന്നും കിട്ടില്ല. ആ വക പൂതിയും വെച്ചിരിക്കണം. മാജിദ എന്ന തമിഴ്നാട്ടുകാരി ആവശ്യമില്ലാത്ത ഇതിന് പോകണ്ട, ഇടാക്കൂടത്തിന് പോകണ്ട. ഞങ്ങൾ ഇടപെട്ടുള്ള കേസാണ്. തീർച്ചയായിട്ടും ആ സഹോദരിയെ അടിയന്തരമായി, എന്താണ് അടിയന്തരമായി, അതിൻ്റെ അർത്ഥം മനസ്സിലാവും. സുപ്രീം കോടതി പറഞ്ഞല്ലോ, അതിനൊരു അർത്ഥമുണ്ട് അടിയന്തരമായി എന്ന് പറയുന്നത്. അത് പാലിക്കലാണ് ബന്ധപ്പെട്ടവർക്കൊക്കെ നല്ലത്. പ്രവാസ ലോകം പ്രവർത്തകർ അജ്മാനിൽ ഒറ്റക്കെട്ടായി നിന്ന് ഈ സഹോദരിയെ കണ്ടെത്തി അവരുടെ നമ്പർ തരും. അവരെ പോയി നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണം. അവരെ ഒരു തരത്തിലും പീഡിപ്പിക്കപ്പെടാൻ അനുവദിക്കരുത്. അത് പ്രവാസ ലോകം പ്രവർത്തകരുടെ, അതുപോലെ പ്രേക്ഷകർ, പൊതു സമൂഹങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് എല്ലാവരും ഞങ്ങളിത് അഭ്യർത്ഥിക്കുന്നു. അജ്മാനിൽ നിന്ന് അത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ മുന്നിൽ ഇനി വരാൻ പാടില്ലാത്ത വിധം ഇത് പരിഹരിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. നിസാമിനോടും മജീദയോടും മാന്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യത്വം കൈവെടിയാത്ത പാതകൾ സ്വീകരിക്കണം. നിങ്ങൾ ചിലപ്പോൾ നന്മ വിചാരിച്ചിട്ടായിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സഹോദരിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അടിയന്തരമായിട്ട് അയക്കണം. അവർ നാട്ടിൽ വന്ന് ജീവിച്ചോ നോക്കാം കേട്ടോ.